ഹായ് ഫ്രണ്ട്സ്, ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബി ടി ക്യാഷ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ബി ടി സ്മാർട്ടിൽ നിന്നും മെറ്റാ ബി ടി നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് മെറ്റാ ബി ടി നമ്മുടെ മെറ്റാമാസ്കിലേക്ക് വിഡ്രോ ചെയ്യാം, അതിന് വേണ്ട BNB എങ്ങനെ ആഡ് ചെയ്യാം, അതിൽ നിന്നും കിട്ടുന്ന മെറ്റാ ബി ടി നമുക്ക് കോയിൻ സ്റ്റോറിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, INRലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആയി കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെക്കുന്നുണ്ട്. സംശയമുള്ളവർ അവിടെ പോയി അതൊക്കെ നോക്കുക. ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, മെറ്റാ ബി ടി നമുക്ക് ബി ടി സ്മാർട്ടിൽ നിന്നും എങ്ങനെ വളരെ എളുപ്പത്തിൽ വിഡ്രോ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബയോമെട്രി ചോദിക്കും. ബയോമെട്രി സക്സസ് ആകുമ്പോഴത്തേക്കും മെറ്റാമാസ്ക് ഓപ്പൺ ആയി വരും. അതിലെ നാലാമത്തെ മെനു ആയ ബ്രൗസർ എടുക്കുക. അവിടെ നമ്മൾ btcash.bt-smart.io എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മുടെ ബി ടി സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ലോഡാവും. അവിടെ നമ്മൾ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ കാണിക്കും. അതാരും കണ്ട് പേടിക്കണ്ട, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണക്ട് ചെയ്ത വാലറ്റിലും വീണ്ടും പോപ്പപ്പ് വിൻഡോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളാരും കണ്ട് ടെൻഷൻ ആവേണ്ട, ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ താഴത്ത് കാണുന്ന പ്രോപ്പർട്ടി ബാറിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ വിഡ്രോ ചെയ്യുക. ഓക്കെ, വിഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് ചിലപ്പം കണക്ഷൻ ആയി കാണത്തില്ല. അവിടെ വാലറ്റ് ID അവിടെ കാണിക്കുന്നുണ്ടാവില്ല ചില സമയങ്ങളിൽ. അപ്പം വീണ്ടും നമ്മൾ വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും അവിടെ മെറ്റാമാസ്കിൻ്റെ ഫോക്സിൻ്റെ ലോഗോ ആയിരിക്കും കാണുക. അതിന് പകരം നമുക്ക് അവിടെ വരേണ്ടത് നമ്മുടെ റിസീവ് അഡ്രസ്സാണ്. അതിന് നമ്മൾ കണക്റ്റ് എന്ന് പറഞ്ഞ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയം അവിടെ നമ്മുടെ വാലറ്റും മെറ്റാമാസ്കുമായിട്ട് കണക്റ്റ് ആവും. ഇനി നമ്മൾ വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ അടിക്കുന്ന സമയം നമുക്കവിടെ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ലോഗോയോട് കൂടി നമ്മുടെ റിസീവ് അഡ്രസ്സ് അവിടെ കാണാം. കണ്ടോ, നമ്മുടെ റിസീവ് അഡ്രസ്സ് നമുക്ക് കാണാവുന്നതാണ്. ഇത് തന്നെയാണോ നമ്മുടെ റിസീവ് അഡ്രസ്സ് എന്ന് ഒന്ന് വെരിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ വിഡ്രോ ചെയ്യാവുള്ളൂ. അതിനുശേഷം നമ്മൾ കോയിൻ സെലക്ട് ചെയ്യുന്നു. വാലറ്റിൽ നിന്നും കോയിൻ സെലക്ട് ചെയ്യുന്നു. ഏത് വാലറ്റാണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അഫിലിയേറ്റ് വാലറ്റ് അല്ലെങ്കിൽ സ്റ്റേക്കിംഗ് വാലറ്റ് എന്ന് ഡിസൈൻ ചെയ്യുന്നു. നമ്മൾ 2500 കോയിൻ അടിച്ചു കൊടുക്കുന്നു. വിഡ്രോ ബട്ടൺ ഞെക്കുന്നു. ഇപ്പം നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ഈ 2500 കോയിൻ നമുക്ക് വിഡ്രോ ആക്കി എടുക്കാൻ സാധിക്കും. എൻ്റെ മെയിലിലേക്ക് ഇപ്പോൾ OTP പോയിട്ടുണ്ട്. നമുക്ക് OTP ഒന്ന് നോക്കാം. നമുക്ക് OTP ഒന്ന് നോക്കാം. OTP വന്നിട്ടുണ്ട്. OTP ഇൻബോക്സ് നോക്കുക. ഇൻബോക്സിൽ ഫസ്റ്റിൽ തന്നെ കാണും നമുക്ക് OTP അടിച്ച് OTP വന്നിട്ടുണ്ട് 63 25 63 25. OTP അടിച്ചു കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി സെക്കൻഡ് നേരം ഒരു വെയിറ്റിംഗ് ഉണ്ടാവും. വെരിഫൈ കൊടുക്കുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിച്ചു. വീണ്ടും കാണിക്കും എമൗണ്ട് വിഡ്രോ സക്സസ്ഫുള്ളി, കൈൻഡ്ലി ചെക്ക് യുവർ വാലറ്റ്. നമ്മുടെ മെറ്റാമാസ്കിലെ വാലറ്റ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. 1-2 സെക്കൻഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്ത ഈ 2500 കോയിൻ അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം തികച്ചും ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് 2500 കോയിൻ മാത്രം ഇപ്പോൾ ഒരു ലിമിറ്റേഷൻ ആക്കിയെന്ന് പറഞ്ഞാൽ ബൾക്ക് സെല്ലിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. കോയിൻ ബൾക്കായിട്ട് സെൽ ഔട്ട് ചെയ്ത് കോയിൻ്റെ വില പെട്ടെന്ന് ഇടിയാതിരിക്കാൻ വേണ്ടിയാണ് 2500 വെച്ച് ലിമിറ്റേഷൻ ആക്കിയിരിക്കുന്നത്. നമുക്ക് മെറ്റാമാസ്കിൽ ഇപ്പോൾ നോക്കിയാൽ കാണാം 2475 കോയിൻ നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. 2500 നമ്മൾ വിഡ്രോ ചെയ്തത്. അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഫീസ് കട്ട് ചെയ്തിട്ട് 2425 എന്ന് പറഞ്ഞ കോയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ വിഡ്രോ ചെയ്ത കോയിനുകളാണ്. നമുക്ക് കാണാം. നമുക്ക് ഈ കോയിനെ സെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ റിസീവ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് സെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് കോയിൻ റിസീവ് ആകും. ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ ഇൻഫർമേറ്റീവായ അറിവുകൾ പകർന്നു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ വരും വരെ നമുക്ക് കാത്തിരിക്കാം.